To me, my X-Men. ടു മീ മൈ എക്സ്മെൻ. സൈക്ലോപ്സ് പറഞ്ഞ ആ ഡയലോഗ് പോലെ തന്നെ എക്സ്മെൻ വീണ്ടും തിരിച്ചു വന്നതാണ്. അതും ഇപ്രാവശ്യം ഡിസ്നിയുടെ അണ്ടറിലാണ് ഇവർ തിരിച്ചു വന്നത്. അതായത് ഇതിന്റെ ഒറിജിനൽ ഷോ ആയിട്ടുള്ള എക്സ്മെൻ ദ ആനിമേറ്റഡ് സീരീസ് 1992 തൊട്ടിട്ട് 1997 ആണ് റൺ ചെയ്തത്. ഫോക്സിന്റെ അണ്ടറിലായിരുന്നു ഈ ഒരു സീരീസ്. ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു എക്സ്മെൻ 97 ആണെങ്കിലും ആ ഒരു സീരീസിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ ആ ഒരു ഒറിജിനൽ ഷോനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ കുട്ടികളെ മനസ്സിൽ വെച്ചിട്ടാണ് ആ ഒരു ഷോ തന്നെ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള എക്സ്മെൻ 97 വരുന്നത് മാർവൽ ആനിമേഷൻസിന്റെ ആ ഒരു പുതിയ യൂണിറ്റിന്റെ അണ്ടറിലാണ്. അതുകൊണ്ട് തന്നെ ഒരു മെച്യൂർ ഓഡിയൻസിനാണ് ഈ ഒരു ഷോ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഒറിജിനൽ സീരീസിലത്തെ ഏകദേശം എല്ലാ OG ക്യാരക്ടേഴ്സും ഈ ഒരു ഷോയിലുണ്ട്. അതായത് സൈക്ലോപ്സ്, റോഗ്, സ്റ്റോം, ജീൻ ഗ്രേ, ഗാംബെറ്റ്, ജൂബിലി, അതുപോലെ തന്നെ ലോഗൻ അല്ലെങ്കിൽ വൂൾവറിൻ, പിന്നെ പ്രൊഫസർ എക്സ്. ഇതിന്റെ ആ ഒരു ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ഒരു എക്സ്മെൻ ക്യാരക്ടേഴ്സ് എന്തോരം പവർഫുൾ ആണെന്നുള്ളതാണ്. കാരണം ഇവരുടെ പവേഴ്സ് ഒക്കെ ഫുൾ ഗ്ലോറിയിലാണ് കാണിക്കുന്നത് ഈ ഒരു എപ്പിസോഡിൽ. ആ ഒരു ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ എടുത്തു പറയേണ്ട ആ ഒരു ഫൈറ്റ് സീക്വൻസുകളൊക്കെ തന്നെയാണ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പവേഴ്സ് നല്ല രീതിയിൽ കാണിച്ചിരുന്നില്ല മുമ്പ്. അതൊക്കെ ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവർ ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് സൈക്ലോപ്സിനെ പറ്റിയിട്ടാണ്. സൈക്ലോപ്സിന്റെ ആ ഒരു ലീഡർഷിപ്പ് സ്ഥാനം നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ഷോയിൽ കാണിച്ചിട്ടുള്ളത്. കാരണം സൈക്ലോപ്സിന്റെ ആ ഒരു ലീഡർഷിപ്പിന്റെ സംഭവം മൂവീസിലൊന്നും അധികം നമ്മൾ കണ്ടിട്ടില്ല. കാരണം മൂവീസിലൊക്കെ നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കുറെ രീതിയിലൊക്കെ. പക്ഷെ ഈ ഒരു ഷോയിൽ ആ ഒരു ക്യാരക്ടറിന്റെ ലീഡർഷിപ്പിന്റെ പവർ എന്താണെന്നതിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. സൈക്ലോപ്സിന്റെ ആ ഒരു ഒപ്റ്റിക് ബ്ലാസ്റ്റ്സും, സ്റ്റോമിന്റെ വെതർ പവേഴ്സും, റോഗിന്റെ ശക്തിയും, പിന്നെ ഗാംബെറ്റിന്റെ കൈനറ്റിക് പവേഴ്സും, പിന്നെ മോപ്പെന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ ഷേപ്പ് ചേഞ്ചിങ് എബിലിറ്റീസും എല്ലാം നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഷോയിൽ. പിന്നെ പുതിയ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മാഡ്ലിൻ പ്രയർ അല്ലെങ്കിൽ ഗോബ്ലിൻ ക്യൂൻ എന്നും വിളിക്കും, പിന്നെ ബാസ്റ്റിയൻ, സൺസ്പോട്ട്, ഇവർക്കൊക്കെ കുറച്ചും കൂടി സ്ക്രീൻ ടൈം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഷോയിൽ. ഇനി ഇതിന്റെ സ്റ്റോറി ലൈനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മാഗ്നീറ്റോന് പ്രൊഫസർ എക്സിന്റെ സ്കൂളും അതുപോലെ തന്നെ എക്സ്മെനും ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ലീഡർ ആവുകയും ചെയ്യുന്നു. ഇത് നമ്മൾ മുമ്പ് കാണാത്തൊരു സംഭവമാണ്. പിന്നെ ഇതിൽ എടുത്തു പറഞ്ഞ കുറച്ച് സീനുകൾ എക്സ്മെനും സെന്റിനൽസും നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതാണ്. റോഗും ഗാംബെറ്റും സെന്റിനൽസിനെ ജനോഷയിൽ വെച്ച് ഫൈറ്റ് ചെയ്യുന്ന സീനുകളൊക്കെ അതൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത്രയും കിഡ്ലൻ സീനുകൾ തന്നെയായിരുന്നു ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ. പിന്നെ പറയാനുള്ളത് ഈ സീരീസിലത്തെ ഒരു ബെസ്റ്റ് ആക്ഷൻ സീൻ എന്ന് പറയാനുള്ളത് നൈറ്റ് ക്രോളറും വൂൾവറിനും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഹ്യൂമൻ സെന്റിനൽസിനെ ഫൈറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ മുമ്പത്തെ മൂവിയായ എക്സ്മെൻ 2 നൈറ്റ് ക്രോളറിന്റെ ഇൻട്രൊഡക്ഷൻ സീന് വരെ കമ്പയർ ചെയ്യാൻ പറ്റും ഈ ഒരു ഫൈറ്റ് സീക്വൻസ് ആയിട്ട്. പിന്നെ ഈ ഒരു ഷോനെ പറ്റിയിട്ട് എടുത്തു പറയാനുള്ളത് ആ ഒരു ഒറിജിനൽ ഷോന് വോയിസ് കൊടുത്ത അതേ ആക്ടേഴ്സ് ഈ ഒരു ഷോയിലത്തെ ചില ക്യാരക്ടേഴ്സിന് വോയിസ് കൊടുക്കാൻ വേണ്ടി തിരിച്ചു വന്നതാണ്. അതിലത്തെ ചില ആക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് കാൽ ബയോഡാണ് വൂൾവറിന് വേണ്ടി ശബ്ദം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ലെനോർ സാൻ റോഗിന് സൗണ്ട് കൊടുക്കാൻ, ആലിസൺ സീലി സ്മിത്ത് സ്റ്റോമിന്റെ വോയിസ് ആയിട്ട്, പിന്നെ പറയാനുള്ളത് ജോർജ് ബൂസ ബീസ്റ്റിന്റെ സൗണ്ട് ആയിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് പറയാനുള്ളത് ഡിസ്നി എക്സ്മെന്നിനെ 20th Century ഫോക്സിന്റെ പർച്ചേസ് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു എക്സ്മെൻ ഷോ തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സൂപ്പർ ഹീറോ ഷോസ് ദാറ്റ് ഡിസ്നി ഹാസ് ഡൺ. ആൻഡ് വി ഹാവ് വെരി ഹൈ ഹോപ്സ് ഫോർ ദ നെക്സ്റ്റ് സീസൺ. അടുത്ത സീസൺ എന്തായാലും ഹൈ ഹോപ്സ് ഉണ്ട്. സോ എന്തായാലും തീർച്ചയായും വാച്ച് ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോ തിരിച്ചു തരുന്നതായിരിക്കും. ടേക്ക് കെയർ ഗൈസ്.